നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ യുവജനങ്ങൾ നടത്തുന്ന സമരം കൂടുതൽ ശക്തമാകുന്നു. ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പിന്തുണയുമായി സാംസ്കാരിക, കായിക, സിനിമാ രംഗത്തെ പ്രമുഖർ രംഗത്തെത്തി. മലയാള ചലച്ചിത്ര ലോകത്തു നിന്നും മെഗാസ്റ്റാർ മമ്മൂട്ടിയും നടി മഞ്ജു വാര്യരും നടി ആലിയ ഭട്ടും അടക്കമുള്ള പ്രമുഖർ പ്രതിഷേധത്തിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചു. യുവജനങ്ങളാണ് രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്തെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച വൈകാരികമായ കുറിപ്പിൽ മമ്മൂട്ടി വ്യക്തമാക്കി. അവരുടെ ശബ്ദം കേൾക്കാനും അവരെ സംരക്ഷിക്കാനും ശാക്തീകരിക്കാനും ഭരണകൂടം തയ്യാറാകണം. മാനുഷികതയ്ക്കാണ് എല്ലാ രാഷ്ട്രീയത്തിനും മേലെ സ്ഥാനം നൽകേണ്ടത്. നമ്മുടെ യുവതലമുറയ്ക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അവകാശമുണ്ടെന്നും പരീക്ഷാ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മെറിറ്റിനും സത്യസന്ധതയ്ക്കും നീതിക്കുമാണ് എന്നും മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ബോളിവുഡ് നടി ആലിയ ഭട്ടും രംഗത്തെത്തി. ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആലിയ വിദ്യാർത്ഥികളുടെ ത്യാഗങ്ങളെയും നിശ്ചയദാർഢ്യത്തെയും പ്രശംസിച്ചുകൊണ്ട് കുറിപ്പ് പങ്കുവച്ചത്. ഇവിടെ ഉറച്ചു നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും പിന്നിൽ ഒരു സ്വപ്നവും കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷകളും ഉണ്ടെന്ന് ആലിയ പറഞ്ഞു. ഭാവി തലമുറയ്ക്കായി മികച്ചൊരു പാത വെട്ടിത്തെളിക്കുന്ന ഇവരുടെ ധൈര്യത്തിന് മുന്നിൽ തലകുനിക്കുന്നുവെന്നും വിദ്യാർത്ഥികളുടെ ശബ്ദം അധികാരികൾ കേൾക്കേണ്ടതുണ്ടെന്നും അവർ കുറിച്ചു. നേരത്തെ നടൻ സൽമാൻ ഖാനും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഈ സമരത്തെ രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ദുരുപയോഗം ചെയ്യരുതെന്നും സൽമാൻ ഖാൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് പുറമെ നടൻ രാജ്കുമാർ റാവുവും വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നസറുദ്ദീൻ ഷാ, രത്ന പതക് ഷാ, ഷബാന ആസ്മി, പ്രകാശ് രാജ്, ദുൽഖർ സൽമാൻ, സോനാക്ഷി സിൻഹ, ഇമ്രാൻ ഖാൻ, റിച്ചാർഡ് സദ്ധ, സ്വര ഭാസ്കർ, ഹുമ ഖുറേഷി, രേവതി, ടൊവിനോ തോമസ്, അനുരാഗ് കശ്യപ് തുടങ്ങിയ പ്രമുഖ താരങ്ങളുടെ നിരയിലേക്കാണ് ഇപ്പോൾ മമ്മൂട്ടിയും ആലിയ ഭട്ടും ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നിരിക്കുന്നത്. ഇവരുടെ പിന്തുണ കൂടിയായതോടെ ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭം ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയും കരുത്തും നേടുകയാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാർത്ഥികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഗാന്ധി സ്മൃതിയിലേക്ക് സ്മൃതിയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ 3 ബസ്സുകളായി പുറപ്പെട്ട ഇന്ത്യ സഖ്യ എംപിമാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് പലയിടങ്ങളിലായി തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചതോടെ ബസ് ആദ്യം കടത്തിവിട്ടില്ലെങ്കിലും വീണ്ടും വിവിധയിടങ്ങളിൽ വെച്ച് പോലീസ് ബസ് തടയുകയായിരുന്നു. ബാരിക്കേഡ് എടുത്തു മാറ്റി മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും അടക്കമുണ്ടായി. വലിയ സംഘർഷാവസ്ഥയാണ് ന്യൂഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതി വരെ 5 ഇടത്താണ് പോലീസ് എംപിമാരുടെ ബസ് തടഞ്ഞത്. പ്രതിഷേധത്തിനൊടുവിൽ പോകാൻ അനുമതി നൽകി. എന്നാൽ സ്മൃതിയാത്ര ഗാന്ധി സ്മൃതിക്ക് മുന്നിലെത്തിയപ്പോൾ ഗാന്ധി സ്മൃതി അടച്ചതാണെന്നും നേതാക്കൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും പറഞ്ഞ് വീണ്ടും ഇവരെ തടഞ്ഞു. പക്ഷേ പ്രതിഷേധം തുടർന്നതോടെ ഗാന്ധി സ്മൃതി തുറന്നു കൊടുക്കുകയായിരുന്നു. എന്തായാലും ഗാന്ധി സ്മൃതിയിൽ പ്രവേശിച്ച എംപിമാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. രാജ്യമൊട്ടാകെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.